ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ടർബോ വിത്ത് ഇൻ്റർകൂളർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അതായത് ഇൻടേക്ക് ആൻഡ് എക്സോസ്റ്റ് സിസ്റ്റത്തിൽ തന്നെ വരുന്ന ടർബോ വിത്ത് ഇൻ്റർകൂളർ, അത് ടർബോ ചാർജർ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിനെപ്പറ്റിയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ഫ്രണ്ടിലിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഫിഗർ, അതാണൊരു ടർബോ ചാർജറിൻ്റെ ഫിഗർ. അതെന്താണെന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ പറയാം. അതിൻ്റെ പാർട്സുകൾ പറയാം, അതിൻ്റെ കൺസ്ട്രക്ഷൻ പറയാം, വർക്കിംഗ് പറയാം. അങ്ങനെയാണ് ഓരോന്ന് പഠിക്കുന്നത്. ഒരു ഫിഗർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അതിൻ്റെ കൺസ്ട്രക്ഷൻ പഠിക്കുന്നു, പിന്നെ അതിൻ്റെ വർക്കിംഗ് പഠിക്കുന്നു. കൺസ്ട്രക്ഷൻ പഠിക്കുമ്പോൾ അതിനകത്ത് പാർട്സുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ പാർട്ടുകളുണ്ട്, പ്രധാനപ്പെട്ട പാർട്ടുകൾ ഏതൊക്കെയാണ്, അതൊക്കെ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. ചിലപ്പോൾ ഫിഗർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒത്തിരി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ചില എക്സാമിനൊക്കെ നമ്മൾ ഫിഗർ ക്വസ്റ്റ്യൻസ് ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഫിഗർ ക്വസ്റ്റ്യൻസിൽ ചില ഫിഗറുകൾ തന്നിട്ട് എക്സ് എന്ന് അടയാളപ്പെടുത്തും, ഐഡൻറ്റിഫൈ ദ പാർട്ട് എക്സ്. അപ്പോൾ ആ എക്സ് എന്ന് പറയുന്ന പാർട്ട് ഏതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം നമ്മൾ. ഒരു 4 ഓപ്ഷൻ താഴെ കൊടുത്തിട്ടുണ്ടാവും. അതിലേതാണ് ശരി ഉത്തരം അത് നമ്മൾ എന്ത് ചെയ്യുക, എടുത്തെഴുതുക എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുന്ന ഫസ്റ്റ് സെമ്മിലായിക്കോട്ടെ സെക്കൻഡ് സെമ്മിലായിക്കോട്ടെ, ഇപ്പോൾ സെമസ്റ്റർ അല്ല ഇയർ വൈസ് ആണ്, എന്നാൽ പോലും നമ്മൾ ക്ലാസ് എടുത്തത് എങ്ങനെയായിരുന്നു, ഫസ്റ്റ് സെമ്മായിട്ടും സെക്കൻഡ് സെമ്മായിട്ടും ഇങ്ങനെ രണ്ടായിട്ട് തിരിച്ചിട്ടാണ് അല്ലേ. ടൂൾസുകൾ ഒരു സെമ്മിൽ നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു, ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളെല്ലാം. അതിനുശേഷം നമ്മൾ ട്രേഡിലേക്ക് വന്നപ്പോഴേക്കും എൻജിൻ തൊട്ടിങ് പഠിച്ചു പോകുന്നു. അപ്പോൾ ഇതിലെല്ലാം ഒത്തിരി ഫിഗറുകൾ നിങ്ങൾ പഠിച്ചു പോകുന്നുണ്ട്. ആ ഫിഗറുകളെല്ലാം എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് നോക്കി വെക്കുക. വരച്ച് പഠിക്കണമെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ ഒരുപാട് തവണ എന്ത് ചെയ്യുക, അത് നോക്കി പഠിക്കുക. അതിൻ്റെ പാർട്ടുകൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. വരച്ച് പഠിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. കാരണം ഇന്ന ഫിഗറാണ് എന്നുള്ളത് ഒരു തവണ കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇത് ഇന്ന ഫിഗറാണ്. ഓക്കെ, ടർബോയുടെ ഫിഗർ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യുക, ടർബോ ഫിഗറാണെന്നുള്ളത് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ നമുക്ക് എന്താണ് ടർബോ ചാർജർ എന്നും എന്താണ് ഇൻ്റർകൂളർ എന്നും അറിഞ്ഞിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, അതിലേക്ക് പോകാനായിട്ട്. ചില വണ്ടികളൊക്കെ നിങ്ങൾ കാണുമ്പോൾ ആ വണ്ടിയുടെ ഫ്രണ്ടിൽ ചിലപ്പോൾ ആ ബോണറ്റേൽ അല്ലെങ്കിൽ ബാക്ക് സൈഡിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും ടർബോ ഇൻ്റർകൂളർ എൻജിൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. ടർബോ ഇൻ്റർകൂളർ എൻജിൻ. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, എന്താണ് ടർബോ ഇൻ്റർകൂളർ എൻജിൻ. അപ്പോൾ എൻജിൻ എന്താണത്, എൻജിന് എന്താണ് അതിൻ്റെ ഒരു പ്രത്യേകത, അതില്ലാത്ത വണ്ടികൾക്ക് എന്താണ് സംഭവിക്കുന്നത്, അതുള്ള വണ്ടികൾക്ക് എന്താണ് സംഭവിക്കുന്നത്, ഇതൊക്കെ നിങ്ങൾ ഈ പോർഷൻ പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും. ടർബോ ഉള്ളതിനും ടർബോ ഇല്ലാത്തതിനുമൊക്കെയുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും, ഒരുപാട് കാര്യങ്ങൾ കിട്ടും. അതെല്ലാം എന്ത് ചെയ്യുക, ഇതിൻ്റെ പുറകെ ഇത് കണ്ടതിന് ശേഷം നിങ്ങൾ കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിനെ ഗൂഗിൾ ചെയ്യുക. ഗൂഗിളിൽ നമുക്കിത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നോട്ട്സ് കിട്ടും. അതൊക്കെ എന്ത് ചെയ്യുക, വായിച്ച് നോക്കുക. സ്പോർട്സ് മാസികകൾ വായിക്കുക. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, തുടർച്ചയായിട്ട് ഫോളോ അപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളുടെ നോളജിനെ വളർത്തിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ചുറ്റും എന്താണ്, നമ്മളിപ്പോൾ പഠിക്കുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡസ്ട്രിയിലും അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഓട്ടോമൊബൈൽ ഫീൽഡിലുമൊക്കെ മാറ്റങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് എന്ത് ചെയ്യണം, ഇതിങ്ങനെ റെഫർ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഓരോ കാര്യങ്ങളും റെഫർ ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. അപ്പോൾ ടർബോ ചാർജറിലേക്കാണ് നമ്മൾ പോകുന്നത്. ജസ്റ്റ് നിങ്ങൾ ഫിഗറിൽ കാണുക, നോക്കുക. 1 4 മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. തൊട്ട് ഇപ്പുറത്ത് ഒരു ഷാഫ്റ്റ് ഉണ്ട്, ആ ഷാഫ്റ്റിൽ 3 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ ഒരു 6 2 5 അതൊരു ഒറ്റ ഇതിലാണ് മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ 1 4 എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം പറയാം. അത് ജസ്റ്റ് ഈ ടർബോ ചാർജർ നമുക്ക് എന്തിനാണ് അല്ലെങ്കിൽ എവിടെയാണ് ഫിക്സ് ചെയ്യുന്നത് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് എക്സോസ്റ്റ് സിസ്റ്റത്തിലാണ്. അപ്പോൾ നമ്മളിത് പഠിക്കുന്നത് തന്നെ ഇൻടേക്ക് ആൻഡ് എക്സോസ്റ്റ് സിസ്റ്റമാണ്. അതിൽ എക്സോസ്റ്റ് സിസ്റ്റം, അതായത് എയർ വെളിയിലോട്ട് പോകുന്ന സിസ്റ്റം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു സൈലൻസർ, മാനിഫോൾഡ്, എക്സോസ്റ്റ് പൈപ്പ് കാര്യങ്ങളെല്ലാം പഠിച്ചതാണ്. അപ്പോൾ ആ എക്സോസ്റ്റ് മാനിഫോൾഡിൽ ആണ് ആരെ പിടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ മാനിഫോൾഡിൻ്റെ തുടർച്ചയായിട്ടാണ് ടർബോ ചാർജർ ഫിക്സ് ചെയ്യുന്നത്. ഓർത്ത് വെക്കുക, എക്സോസ്റ്റ് മാനിഫോൾഡിന് തുടർച്ചയായിട്ടാണ് ആര് വരുന്നത്,
ടർബോ ചാർജർ വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ടർബോ ചാർജർ കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ ആര് പോകുന്നത്? നമ്മൾ ഇന്നലെ പറഞ്ഞപ്പോഴേക്കും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. മാനിഫോൾഡ്, സൈലൻസർ, അങ്ങനെയുള്ള പൈപ്പുകളൊക്കെ വരുന്നത് എങ്ങനെയാണ്? ഈ ടർബോ ചാർജർ കഴിഞ്ഞിട്ടാണ്. ടർബോ ചാർജറിൽ നിന്നാണ് പിന്നെ എന്ത് പോകുന്നത്? അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഈ പറഞ്ഞിരിക്കുന്ന മാനിഫോൾഡിനും ഈ പറഞ്ഞ ഇൻലെറ്റ് എക്സോസ്റ്റ് മാനിഫോൾഡിനും ഇടയിലായിട്ട് അല്ലെങ്കിൽ ഇൻ്റർമീഡിയേറ്ററായിട്ട് ഒരാളെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുന്നത്? അല്ലേ, വെറുതെ കൊണ്ടുവന്ന് എന്തായാലും പ്ലേസ് ചെയ്യത്തില്ല. അപ്പോൾ അതൊന്ന് ആലോചിച്ച് നോക്കുക, എന്തിനു വേണ്ടിയായിരിക്കും? അതാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ടർബോ ചാർജർ പ്ലേസ് ചെയ്യുന്നത് എൻജിനിൽ എവിടെയാണ് പിടിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റണം, എക്സോസ്റ്റ് മാനിഫോൾഡിലാണ് ആരെ പ്ലേസ് ചെയ്യുന്നത്? ടർബോ ചാർജർ പ്ലേസ് ചെയ്യുന്നത്. ഇനി നോക്കുക, ടർബോ ചാർജറിന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും 2 ഇമ്പലറുണ്ട്. അതായത് ഫസ്റ്റ് ഒരു ഇമ്പലർ ഇപ്പുറത്ത് എന്താണ്, ഒരു ഷാഫ്റ്റിലാണ് ആ 2 ഇമ്പലറും പിടിപ്പിച്ചിരിക്കുന്നത്. ആ ഇമ്പലറുകൾ എന്താണ്, റൊട്ടേറ്റ് ചെയ്യും. നമ്മുടെ ഈ ഫാനിൻ്റെ ലീഫൊക്കെ കറങ്ങുന്ന പോലെയാണ്. അതേപോലെ കുറേ ലീഫുകളുള്ള ഒരു ഇമ്പലർ, ഇപ്പുറത്തും അതേപോലെ തന്നെ കുറേ ലീഫുകളുള്ള മറ്റൊരു ഇമ്പലർ. ഈ 2 ഇമ്പലറും ഒരു ഷാഫ്റ്റിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ, ഒരൊറ്റ ഷാഫ്റ്റിലാണ്. അപ്പോൾ ഒരു ഇമ്പലർ റൊട്ടേറ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, ആ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യും. ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്താൽ ഇപ്പുറത്തെ ഇമ്പലറും എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും. സ്വാഭാവികമാണ്, കാരണം ഒരൊറ്റ ഷാഫ്റ്റിലാണ് 2 ഇമ്പലറും പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ കൺസ്ട്രക്ഷൻ അഥവാ അതിൻ്റെ ഭാഗങ്ങളാണ് പറയാൻ പോകുന്നത്, ശ്രദ്ധിച്ചിരിക്കണം. 1 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നതാണ് ടർബൈൻ എന്ന് പറയും. അതായത് ടർബൈൻ ഇമ്പലർ എന്നോ എന്ത് വേണേൽ വിളിക്കാം നിങ്ങൾക്ക്. ടർബൈൻ ഇമ്പലർ അതായത് ഒന്നാമത്തേത്, അതാണ് നമ്മുടെ എക്സോസ്റ്റ് മാനിഫോൾഡിലേക്ക് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുന്നത്. ആ ഒരു പോർഷൻ, അതായത് ആ 1ഉം 4 എന്ന് പറയുന്നത് എന്താണ്, ടർബൈൻ ഹൗസിംഗ് ആണ്. അതായത് അതിൻ്റെ ഒരു ഔട്ടർ കേസ് എന്ന് വേണേൽ നമുക്ക് പറയാം. പുറമേ ഉള്ള ഒരു കവറിങ്ങിനെയാണ് ആ 4 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. ശ്രദ്ധിക്കുക, 4 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് എന്താണ്, ഔട്ടർ കേസിംഗ് ആണ്. 1 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് കംപ്രസർ വീൽ എന്ന് വേണേൽ പറയാം, എന്ത് വേണേൽ നിങ്ങൾക്ക് വിളിക്കാം. ടർബൈൻ വീൽ എന്ന് വിളിച്ചാൽ മതി. അതായത് ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് എന്താണ്, ആ ഒരു ഫാനിൻ്റെ ലീഫുകൾ പോലെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, ടർബൈൻ വീൽ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ 3 കാര്യങ്ങൾ പഠിച്ചു അവിടുന്ന്. ടർബൈൻ വീൽ പഠിച്ചു, ടർബൈൻ ഹൗസിങ് അല്ലേ, അല്ലെങ്കിൽ അതിനൊരു ഹൗസിംഗ് ഉണ്ട്, ആ ഒരു ഔട്ടർ കേസിംഗ് ആണ് എന്തെന്ന് പറയുന്നത്, ആ 4 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കേസ്, ഒരു റൗണ്ട് ഷേപ്പിലുള്ള കേസിനകത്താണ് ആരെ പിടിപ്പിച്ചിരിക്കുന്നത്, ഈ ഇമ്പലർ പിടിപ്പിച്ചിരിക്കുന്നത്. അഥവാ ടർബൈൻ ഇമ്പലർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ടർബൈൻ വീൽ എന്ന് പറയുന്ന ആ വീലിനെ ഇട്ടിരിക്കുന്നത് എങ്ങനെയാണ്, ഒരു കേസിൻ്റെ ഉള്ളിലാണ്. ഇനി തൊട്ടിപ്പുറത്തേക്ക് അതിൻ്റെ ഷാഫ്റ്റ് കാണിക്കാം, അതാണ് 3 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. ശ്രദ്ധിക്കുക, 3 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് എന്താണ്, നമ്മുടെ ആ ഷാഫ്റ്റിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, 3 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. 3 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നതാണ് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഇനി തൊട്ടിപ്പുറത്ത് 6 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നുണ്ട്, അതാണ് ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത്. പുറത്തേക്ക് എയറിനെ വിടുന്ന ഔട്ട്ലെറ്റാണ്. ഓക്കെ, എക്സോസ്റ്റ് ഗ്യാസ് അല്ല കേട്ടല്ലോ. എക്സോസ്റ്റ് ഗ്യാസ് തൊട്ടപ്പുറത്ത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന 4 എന്ന് പറയുന്ന ഹൗസിങ്ങിനകത്തുകൂടി കയറി പുറത്തേക്ക് പോകുന്നുണ്ട്. ഇത് വേറൊരു സിസ്റ്റം, ഇപ്പുറത്ത് വേറൊരു സെപ്പറേറ്റ് തനി, അതുമായിട്ട് ബന്ധമില്ലാത്ത ഒരു ഷാഫ്റ്റ് മാത്രമായിട്ട് ബന്ധമുള്ളൂ. ഷാഫ്റ്റിനകത്തുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും എന്തില്ല, എയർ പാസേജ് ഒന്നുമില്ല. മറ്റതെന്താണ്, ഈ പറഞ്ഞിരിക്കുന്ന 1ഉം 4ഉം എന്ന് പറയുന്നത് ടർബൈൻ വീലാണ്. ടർബൈൻ വീൽ റൊട്ടേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ പറയാം, ജസ്റ്റ് കൺസ്ട്രക്ഷൻ മാത്രമാണ്, വർക്കിംഗ് പറയാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് ടർബൈൻ വീലും ഔട്ടർ കേസിങ്ങും ഉണ്ട്, ഒരു ഷാഫ്റ്റ് ഉണ്ട്. ഷാഫ്റ്റിന് തൊട്ടിപ്പുറത്ത് വീണ്ടും ഒരു കേസ് ഉണ്ട് അല്ലേ, റൗണ്ട് ഷേപ്പിലൊരു കേസ് ഉണ്ട്. ആ കേസിനകത്ത് എന്തുണ്ട്, ഒരു വീലുണ്ട്. ആ വീലിനെ നമുക്ക് കംപ്രസർ വീൽ എന്ന് വിളിക്കാം. എന്താണ്, കംപ്രസർ വീൽ. എയറിനെ ചെറുതായി കംപ്രസ് ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ എന്തെന്ന് വിളിക്കുന്നത്, കംപ്രസർ വീൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ 2 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നതാണ് എന്ത്, കംപ്രസർ വീൽ. 1 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് ടർബൈൻ വീലാണ്. 6 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് ഔട്ട്ലെറ്റാണ്. 5 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് എന്താണ്, നമ്മുടെ കംപ്രസർ വീലിൻ്റെ ഔട്ടർ കേസിംഗ് ആണ്. അതായത് പുറമേ ഉള്ള ഒരു കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ഒരു സംരക്ഷണമായിട്ടുള്ള അതിൻ്റെ സംരക്ഷണം ഇതെന്ന് വേണേൽ പറയാം, കേസ് എന്ന് വേണേൽ പറയാം. ഓക്കെ, അങ്ങനെ 2നും ഉണ്ട്. ഏതിനാണ്, ടർബൈൻ വീലിനും ഉണ്ട് ഒരു ഔട്ടർ കേസിങ്, കംപ്രസർ വീലിനും ഉണ്ട് ഒരു ഔട്ടർ കേസിങ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഭാഗങ്ങളെന്ന് പറയുന്നത്. പ്രധാനപ്പെട്ടത് ഇമ്പലർ, അതായത് 2 ഇമ്പലറാണ്. അതിലൊരെണ്ണം എന്താണ്, ടർബൈൻ വീലാണ്, ഒരെണ്ണം കംപ്രസർ വീലാണ്. ടർബൈൻ വീലും ഉണ്ട്, കംപ്രസർ വീലും ഉണ്ട്. ഇതിനെ തമ്മിൽ, ഈ ടർബൈൻ വീലിനെയും കംപ്രസർ വീലിനെയും തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന ഒരേ ഒരു ഷാഫ്റ്റ് മാത്രമേ ഉള്ളൂ. ആ ഷാഫ്റ്റ് എന്താണ്, 2 വീലിനെയും കണക്റ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് വേറൊരു പ്രൊസീജിയർ അവിടെ ഇല്ല. ഒറ്റ ഒരു ഷാഫ്റ്റിലാണ് ഈ 2 വീലുകളും കണക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ
ഒരു വീൽ റൊട്ടേറ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഷാഫ്റ്റും റൊട്ടേറ്റ് ചെയ്യും. ഷാഫ്റ്റ് കൂടെ മറ്റെന്താണ് ഷാഫ്റ്റിൻ്റെ ഓപ്പോസിറ്റ് എൻഡിൽ പിടിപ്പിച്ചിരിക്കുന്ന വീലും എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും. ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ഇതാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ വർക്കിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. ഞാൻ പറഞ്ഞു എക്സോസ്റ്റ് മാനിഫോൾഡിലാണ് ഇത് പിടിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കി, എക്സോസ്റ്റിൻ്റെ ഗ്യാസ് ഹൈ സ്പീഡിലാണ് എക്സോസ്റ്റ് പൈപ്പ് വഴി പോകുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഈ ഹൈ സ്പീഡിൽ പോകുമ്പോൾ ഇതിൻ്റെ സ്പീഡ് കുറയ്ക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് അവിടെ നമ്മൾ എന്ത് ചെയ്തത്, മാനിഫോൾഡൊക്കെ യൂസ് ചെയ്യുന്നത് അല്ലേ. ബഫിൾ ടൈപ്പ് മാനിഫോൾഡും നമ്മൾ പല ടൈപ്പ് കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചാണ്. ബഫിൾ ടൈപ്പ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, അതിൽ ബഫിൾ പ്ലേറ്റുകൾ എന്ത് ചെയ്ത് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൊക്കെ തട്ടി എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ സ്പീഡ് കുറയുന്നു. സ്പീഡ് കുറയുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ സൗണ്ട് കുറയുന്നു. അങ്ങനെ സൗണ്ട് കുറച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സൈലൻസറൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ എക്സോസ്റ്റ് മാനിഫോൾഡിനകത്തുനിന്ന് ഹൈ സ്പീഡിൽ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ എയറിനെ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനകത്ത് ഒരു ഇമ്പലറിനെ റൊട്ടേറ്റ് ചെയ്യിക്കുന്നു. ആ ഇമ്പലറിൻ്റെ പേരാണ് ടർബൈൻ വീൽ എന്ന് പറയുന്നത്. അതായത് ഒന്നാമത്തെ വീല്. ആ ഒന്നാമത്തെ വീൽ എന്താണ്, നമ്മൾ ജസ്റ്റ് ഒന്ന് എന്താണ് നല്ലൊരു എയർ കയറ്റി വിട്ട് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, ആ എയർ കയറിപ്പോകുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ആ വീല് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ആ എയറിൻ്റെ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഈ ടർബൈൻ്റെ കറക്കത്തിൻ്റെ സ്പീഡും കൂടും. അപ്പോൾ ഓട്ടോമാറ്റിക് എക്സോസ്റ്റ് ഗ്യാസ് ഹൈ സ്പീഡിലാണ് എന്ത് ചെയ്യുന്നത്, വെളിയിലോട്ട് പോകുന്നത്. അപ്പോൾ ഈ എക്സോസ്റ്റ് മാനിഫോൾഡിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ വീല്, ആ വീലിൻ്റെ കറക്കം കിട്ടുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ഓൾറെഡി എന്താണ്, ആ എക്സോസ്റ്റ് മാനിഫോൾഡിൻ്റെ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞിരിക്കുന്ന ടർബൈൻ വീല് കൊണ്ടുവന്ന് എന്ത് ചെയ്യുന്നു, പ്ലേസ് ചെയ്യുന്നു. സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും, എക്സോസ്റ്റ് ഗ്യാസ് കയറി ഇറങ്ങി ഇതിനകത്തൂടി കയറി നേരെ അങ്ങോട്ട് പോകും, വെളിയിലോട്ട് പോകും. ഈ ടർബൈൻ വീലിനകത്തൂടി ഔട്ടർ കേസിനകത്തൂടി കയറി ഇതിൻ്റെ ഇന്നറിൽ ചെന്ന് ഈ ഇമ്പലറിനെ റൊട്ടേറ്റ് ചെയ്യിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഗ്യാസ് വെളിയിലോട്ട് പോകുന്നത്. വെറുതെ പോയിക്കൊണ്ടിരുന്ന ഗ്യാസാണ് അവിടെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ടർബൈൻ കൊണ്ട് പിടിപ്പിച്ചിരിക്കുന്നത്. അഥവാ ടർബോ ചാർജറിൻ്റെ എന്ത് പിടിപ്പിച്ചിരിക്കുന്നത്, ടർബൈൻ വീലിൻ്റെ ആ പോർഷൻ മാത്രമാണ് പിടിപ്പിച്ചേക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നിങ്ങൾ ജസ്റ്റ് നോക്കുക, ഈ പറഞ്ഞിരിക്കുന്ന എക്സോസ്റ്റ് ഗ്യാസ് കയറി ഇറങ്ങി പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ടർബൈൻ അഥവാ നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ടർബൈൻ വീൽ എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും. നല്ല ഹൈ സ്പീഡിലാണ് എക്സോസ്റ്റ് ഗ്യാസ് പോകുന്നത്. ആ ഹൈ സ്പീഡിൽ പോകുമ്പോൾ എന്ത് പറ്റും, ടർബൈൻ വീൽ റൊട്ടേറ്റ് ചെയ്യും. ടർബൈൻ വീൽ റൊട്ടേറ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക് എന്ത് സംഭവിക്കും, ആ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യും. ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക് നേരെ ഇപ്പുറത്ത് വരുന്നത് നിങ്ങളുടെ ഫിഗറിൽ കാണാൻ പറ്റും. ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വീലും എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും. കാരണം ഓട്ടോമാറ്റിക്കലി ഇവന്മാരെന്താണ്, ഒരു ഷാഫ്റ്റിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഒരു ഷാഫ്റ്റിൻ്റെ രണ്ട് എൻഡിലാണ് പിടിപ്പിച്ചേക്കുന്നത്. ഒരെൻഡിലെ വീല് റൊട്ടേറ്റ് ചെയ്താൽ എന്ത് പറ്റും, സ്വാഭാവികമായിട്ട് ഇപ്പുറത്തെ വീലില്ല ഇതും എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ പറഞ്ഞിരിക്കുന്ന കേസിൽ നമ്മളുടെ ഈ ടർബൈൻ വീല് നേരെ എക്സോസ്റ്റ് ഗ്യാസ് അകത്തുകൂടി കയറി വെളിയിലോട്ട് പോകുമ്പോഴാണ് ടർബൈൻ വീൽ റൊട്ടേറ്റ് ചെയ്യുന്നത്. അതേസമയം തന്നെ ഷാഫ്റ്റ് വഴി ഇപ്പുറത്തെ വീലും എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇമ്പലർ ഹൈ സ്പീഡിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒന്നുമില്ല, അതിനകത്തൊരു വാക്വം ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ആ വാക്വത്തിൻ്റെ ഫലമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, എയർ ക്ലീനറിൽ നിന്ന് ക്ലീൻ ചെയ്ത എയർ നേരെ എന്ത് ചെയ്യും, ഈ പറഞ്ഞ ഇതിനകത്തുകൂടി കയറി നേരെ അങ്ങോട്ട് വരും. ഈ പറഞ്ഞിരിക്കുന്ന ഔട്ട്ലെറ്റ് വഴി വെളിയിലോട്ട് വരും. ജസ്റ്റ് സ്പേസ് കൂടി അടുത്തുനിന്ന്, അതായത് നിങ്ങൾ ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ലെഫ്റ്റ് സൈഡിലെ നമ്മൾ കംപ്രസർ വീലെന്ന് പറഞ്ഞല്ലോ, ആ കംപ്രസർ വീലിൻ്റെ തൊട്ടിപ്പുറത്തൊരു ആരോ കാണിക്കുന്നുണ്ട്. ആ ആരോയിൽ എന്താണ്, ആ ആരോയുടെ അവിടെയുള്ള റൗണ്ടിന് എന്താണ്, വലിപ്പം കൂടുതലാണ്. പക്ഷേ ഔട്ട്ലെറ്റിൽ എന്താണ്, പുറത്തേക്ക് വരുന്നിടത്ത് ആ ഇതിൻ്റെ എന്താണ്, റൗണ്ട് കുറവാണ്. അതായത് സ്പേസ് കുറവാണ്. അകത്തേക്ക് കയറാൻ കൂടുതൽ സ്പേസ് ഉണ്ട്, പക്ഷേ പുറത്തേക്ക് ഇറങ്ങാൻ എന്താണ്, കുറച്ച് സ്പേസേ ഉള്ളൂ. അങ്ങനെ അതേപടിയാണ് അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് വളരെ ക്വാണ്ടിറ്റി കൂടുതലായിട്ടാണ് എയർ എന്ത് ചെയ്യുന്നത്, അകത്തേക്ക് കയറുന്നത്. പക്ഷേ പുറത്തേക്ക് ഇറങ്ങുന്നത് വളരെ കുറച്ചാണ്. അപ്പോൾ സ്പേസ് കൂടിയെടുത്ത് നിന്ന് സ്പേസ് കുറഞ്ഞിടത്തേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, കംപ്രസ് ചെയ്യും അല്ലേ. അങ്ങനെ കംപ്രസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ എന്തെന്ന് വിളിക്കുന്നത്, കംപ്രസർ വീല് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ എയർ ക്ലീനറിൽ നിന്ന് ക്ലീൻ ചെയ്ത എയർ നേരെ അങ്ങോട്ട് വരുന്നു, ഈ ടർബൈൻ അഥവാ കംപ്രസർ വീലിൻ്റെ അകത്തേക്ക് വരുന്നു. കംപ്രസർ വീൽ റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ടും അതിലൊരു വാക്വം ക്രിയേറ്റ് ചെയ്യുന്നതും കൊണ്ടുമാണ് എന്ത് ചെയ്യുന്നത്, വലിച്ച് നേരെ അകത്തേക്ക് കയറുന്നത്. അപ്പോൾ കയറാനുള്ള സ്പേസ് കൂടുതലാണ്, പക്ഷേ ഇറങ്ങാനുള്ള സ്പേസ് എന്താണ്, കുറവാണ്. അതാണ് ഈ 6 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ആ ഫിഗറിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. 6 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഔട്ട്ലെറ്റ് പോർട്ട് വളരെ ചെറുതാണ്,
പക്ഷേ ഇൻലെറ്റ് പോർട്ട് എന്താണ്, വലുതാണ്. ആ ഇൻലെറ്റ് പോർട്ടിനകത്ത് കൂടി എന്താണ്, കൂടുതൽ ക്വാണ്ടിറ്റിയിൽ എയർ അകത്തേക്ക് കയറുകയും ആ കയറുന്ന എയറിനെ എന്ത് ചെയ്യുന്നു, കംപ്രസ് ചെയ്യുന്നത് കൊണ്ടാണ് ആ വീലിനെ കംപ്രസർ വീൽ എന്ന് വിളിക്കുന്നതും. അങ്ങനെ കംപ്രസ് ചെയ്ത് പുറത്തേക്ക് എന്ത് ചെയ്യുന്നു, ഔട്ട്ലെറ്റിലേക്ക് കൊടുക്കുന്നു. ഈ എയർ, ഈ പുറത്തേക്ക് വരുന്ന ഈ എയർ, കംപ്രസ് ചെയ്ത എയറിനെ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കണം. കംപ്രസർ എയറാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇനി ഇതിനെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഈ എയറിനെയാണ് നമ്മൾ ഇനി അങ്ങോട്ട് വിടാൻ പോകുന്നത്, എൻജിൻ സിലിണ്ടറിനകത്തേക്ക് വിടാൻ പോകുന്നത്. എൻജിൻ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ സക്ഷൻ, കംപ്രഷൻ, പവർ, എക്സോസ്റ്റ്. അപ്പോൾ ആ സക്ഷൻ സ്ട്രോക്കിൽ എയർ അകത്തേക്ക് കയറണം. ഡീസൽ എഞ്ചിൻ്റെ കാര്യമാണ് പറയുന്നത്, എയർ മാത്രമാണ് അകത്തേക്ക് കയറുന്നത്. അപ്പോൾ ഈ ഡീസൽ എഞ്ചിനിൽ എയർ മാത്രം അകത്തേക്ക് കയറി നമ്മൾ സാധാരണ ഒരു എഞ്ചിനിൽ എങ്ങനെയാണ്, ഈ ടർബോ ഇല്ലാത്തൊരു എഞ്ചിനിലാണെങ്കിൽ പുറമേ ഉള്ളൊരു എയറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, വലിച്ച് പറഞ്ഞ സിലിണ്ടറിനകത്തേക്ക് കയറ്റുന്നു, കംപ്രസ് ചെയ്യുന്നു അല്ലേ. അവിടെ നമ്മൾ കംപ്രസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഹീറ്റാക്കുന്നു, ഡീസൽ ഇഞ്ചെക്റ്റ് ചെയ്യുന്നു, പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതല്ലാതെ ഈ ടർബൈൻ വെച്ചിരിക്കുന്ന ഒരു എഞ്ചിനാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഓൾറെഡി ടർബൈൻ കംപ്രസർ വീല് കംപ്രസ് ചെയ്ത എയറിനെയാണ് നേരെ അങ്ങോട്ട് വിടുന്നത്, എഞ്ചിനകത്തേക്ക് വിടുന്നത്. അവിടെ കൊണ്ടുവന്ന് വീണ്ടും എന്ത് ചെയ്യുന്നു, കംപ്രസ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഡബിൾ എന്താണ്, ആക്ടിങ് ആണ്. ഒരു തവണ കംപ്രസ് ചെയ്ത് കിട്ടിയ എയറിനെയാണ് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നത്, കൊണ്ടുവന്ന് എൻജിൻ സിലിണ്ടറിനകത്തേക്ക് കൊടുക്കുന്നത്. ഇനി തീർന്നില്ല, ഒരാളും കൂടി ഇവിടെ വരാനുണ്ട്. ആരാണ് ഇനി വരാനുള്ളത്, ഇൻ്റർകൂളറാണ്. അപ്പോൾ ഇൻ്റർകൂളർ എന്തിനായിരിക്കും വെച്ചേക്കുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ എൻജിൻ സിലിണ്ടറിനകത്തേക്ക് പോകുന്നതിന് മുമ്പായിട്ട്. അതായത് ഈ പറഞ്ഞ കംപ്രസ് ചെയ്ത്, ഈ പറഞ്ഞ ടർബൈൻ കംപ്രസർ വീൽ വെച്ച് കംപ്രസ് ചെയ്ത എയറിനെ നേരെ അങ്ങോട്ട് വിടുന്നു, കൂളറിലേക്ക് വിടുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഔട്ട്ലൈൻ ഞാൻ കാണിച്ചാൽ, ഇത് നമ്മുടെ നോട്ടാണ് ടർബോ ചാർജറിൻ്റെ. ഇതാണ് ഇൻ്റർകൂളർ എന്ന് പറയുന്നതിൻ്റെ നോട്ട്. ഇതാണ് ആ ഒരു ഫിഗർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലേ. എൻജിൻ സിലിണ്ടർ നിങ്ങൾക്ക് കാണാൻ പറ്റും. തൊട്ടിപ്പുറത്ത് ഇൻ്റർകൂളർ എന്ന് പറഞ്ഞ് നേരെ മുകളിൽ ജസ്റ്റ് ഒരു ആ സിലിണ്ടറിൻ്റെ തൊട്ട് സൈഡിലുള്ളതാണ് എന്തെന്ന് പറയുന്നത്, അവിടെ കാണാൻ പറ്റും. ചാർജർ എയർ കൂളർ എന്ന് പറയുന്ന എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. ചാർജർ എയർ കൂളർ എന്നും പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് ഇൻ്റർകൂളർ എന്ന് പറയുന്നത്. തൊട്ടിപ്പുറത്ത് കാണുന്നതാണ് നമ്മൾ നേരത്തെ കണ്ട ടർബൈൻ അഥവാ ടർബോ ചാർജർ എന്ന് പറയുന്ന സിസ്റ്റം. അപ്പോൾ ഒന്നുമില്ല, നേരെ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞിരിക്കുന്ന എക്സോസ്റ്റ് ഗ്യാസ് നേരെ വരുന്നു, ഈ പറഞ്ഞ ടർബോയുടെ ഒരു വീലിനെ എന്ത് ചെയ്യുന്നു, റൊട്ടേറ്റ് ചെയ്യിക്കുന്നു. ആ റൊട്ടേഷൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു, ഓപ്പോസിറ്റ് വീൽ റൊട്ടേറ്റ് ചെയ്യുന്നു. എയറിനെ എന്ത് ചെയ്യുന്നു, ആംബിയൻ്റ് എയർ അല്ലേ, അതായത് നമ്മൾ എയർ ക്ലീനറിൽ നിന്ന് ക്ലീൻ ചെയ്ത എയർ നേരെ അങ്ങോട്ട് കയറുന്നു, ടർബൈനകത്തേക്ക് കയറുന്നു. ടർബൈനകത്തേക്ക് കയറി കംപ്രസ് ചെയ്തിട്ട് നേരെ ഇൻ്റർകൂളറിലോട്ട് വന്നിട്ടാണ് സിലിണ്ടറിനകത്തേക്ക് പോകുന്നത്, എൻജിൻ സിലിണ്ടറിനകത്തേക്ക് പോകുന്നത്. ശ്രദ്ധിക്കുക, എൻജിൻ സിലിണ്ടറിനകത്തേക്ക് പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻ്റർകൂളർ വഴി കൂൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കൂൾ ചെയ്യുന്നത്, ഒന്നുമില്ല, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കംപ്രസ് ചെയ്ത എയറിനെ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഒന്ന് കൂൾ ചെയ്യിക്കുന്നു. കൂൾ ചെയ്യിക്കാൻ നേരത്തെ അതിനകത്ത് എന്ത് ചെയ്യും, ഓക്സിജൻ പാർട്ടിക്കിൾ വിഘടിക്കും. ഒരു ഓക്സിജൻ ഉള്ളത് രണ്ടാകും, ആ രണ്ടെണ്ണം ഉള്ളത് വീണ്ടും എന്താകും, രണ്ടെണ്ണം വെച്ചാകും, വീണ്ടും രണ്ടെണ്ണം, അങ്ങനെ എന്താണ് വിഘടിച്ച് ഓക്സിജൻ പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നു, വിഘടിക്കുന്നു. കൂടുതൽ മോർ എഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ആ ഒരു എയറിനെ വീണ്ടും കംപ്രസ് ചെയ്തിട്ട് നമ്മൾ ഡീസൽ ഇഞ്ചെക്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താണ്, എക്സ്പ്ലോഷൻ വളരെ ഹൈ ആയിട്ട് നടക്കും നമുക്ക്. ഓക്കെ, ഒരു സാധാരണ എയറിനെ നമ്മൾ കംപ്രസ് ചെയ്യുന്ന പോലെയല്ല, ടർബോ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ടർബോ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, കംപ്രസ് ചെയ്യുന്നു. കംപ്രസ് ചെയ്ത ആ എയറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, കൂൾ ചെയ്യിക്കുന്നു. കൂൾ ചെയ്യിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, ഓക്സിജൻ പാർട്ടിക്കിൾ വിഘടിച്ച് അത് മോർ എഫിഷ്യൻ്റ് ആവുന്നു. ആ എയറിനെയാണ് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നത്, എടുത്ത് സക്ഷൻ സ്ട്രോക്കിൽ സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുന്ന എയറിനെയാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, കംപ്രഷൻ സ്ട്രോക്കിൽ കംപ്രസ് ചെയ്യുന്നത്. കംപ്രസ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ്, ഡബിളിൻ്റെ ഡബിളാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, അവിടെ ആക്ട് ചെയ്യുന്നത്. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡീസൽ ഇഞ്ചെക്റ്റ് ചെയ്യുന്നതും പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. മോർ പവർ നമുക്ക് എന്ത് ചെയ്യുന്നു, പ്രൊഡ്യൂസ് ചെയ്ത് കിട്ടുന്നു. അതാണ് ഈ ടർബോ വിത്ത് ഇൻ്റർകൂളർ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ സംഭവം. അതായത് വെറുതെ പോയിക്കൊണ്ടിരുന്ന എക്സോസ്റ്റ് ഗ്യാസാണ്. ആ എക്സോസ്റ്റ് ഗ്യാസിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു ഇമ്പലറിനെ എന്ത് ചെയ്യുന്നു, റൊട്ടേറ്റ് ചെയ്യിക്കുന്നു. ആ ഇമ്പലർ റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായി ഷാഫ്റ്റിൽ കണക്ട് ചെയ്തിരിക്കുന്ന അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ, അതായത് അതർ എൻഡിലുള്ള ഇമ്പലർ റൊട്ടേറ്റ് ചെയ്യുന്നു. ആ ഇമ്പലർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അതിനകത്തൊരു വാക്വം ക്രിയേറ്റ് ചെയ്യുകയും എയർ ക്ലീനറിൽ നിന്ന് ക്ലീൻ ചെയ്ത എയർ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞിരിക്കുന്ന സ്പേസിനകത്തേക്ക് വരികയും കംപ്രസ്സായി വെളിയിലോട്ട് വന്ന് നേരെ അങ്ങോട്ട് പോകും, ഇൻ്റർകൂളറിലോട്ട് പോവുകയും ആ കൂളറിൽ നിന്ന് കൂൾ ചെയ്ത എയറിനെ എന്ത് ചെയ്യും, ഈ കൂൾ ചെയ്യിക്കുന്നത് എന്തിനാണ്, ഈ പറഞ്ഞിരിക്കുന്ന പാർട്ടിക്കിൾസ്, അതായത് ഓക്സിജൻ പാർട്ടിക്കിൾ വിഘടിക്കുകയും അതിൻ്റെ
എഫിഷ്യൻറ്റ് കൂടുകയും ചെയ്ത് നേരെ അങ്ങോട്ട് വരും, എൻജിൻ സിലിണ്ടറിനകത്തേക്ക് വരും. ഈ സിലിണ്ടറിനകത്ത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, എയറിനെ വീണ്ടും കംപ്രസ് ചെയ്യുന്നത്. ഇത്രയും പ്രോസസ്സ് നടന്ന എയറിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കംപ്രസ് ചെയ്യുന്നത്. കംപ്രസ് ചെയ്ത് അവിടെ എന്ത് ചെയ്യുന്നു, പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതാണ് എന്തെന്ന് പറയുന്നത്, ടർബോ വിത്ത് ഇൻ്റർ കൂളർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ടർബോ ചാർജർ വിത്ത് ഇൻ്റർ കൂളർ എന്ന് പറയുന്നത് ക്ലിയർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. എല്ലാ കാര്യങ്ങളും പഠിക്കുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, പഠിച്ച് പോവുക. റെക്കോർഡ് എഴുതേണ്ട കാര്യങ്ങൾ മറക്കാതിരിക്കുക. ഓക്കെ, താങ്ക് യു.